മക്കളെ സോ വെൽക്കം ബാക്ക് ടു എഡ്യൂബോർഡ്. എല്ലാ കൂട്ടുകാർക്കും എഡ്യൂബോർഡിലോട് സ്വാഗതം. മക്കളെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജലം എന്നുള്ള അല്ലെങ്കിൽ വാട്ടർ എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിന് നിരന്തരമായിട്ട് ചോദ്യങ്ങളൊക്കെ വരാറുള്ള ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏതാണ് ഭാഗം എന്നല്ലേ? യെസ്, ഇതാണ് ആ ഭാഗം. ജലവും ലോഹങ്ങളുമായുള്ള പ്രവർത്തനം, ദ റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽ. ജലവുമായിട്ട് മെറ്റൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഏതൊക്കെ മെറ്റലാണ് ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റൽ ജലവുമായിട്ട് റിയാക്ഷനേ ഇല്ല, എന്നാൽ അല്ലേ ചില മെറ്റൽ റിയാക്ട് ചെയ്യല്ലോ, അപ്പോൾ അവിടെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടാവല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എടാ എൻ്റെ പേനയെങ്കിൽ യെസ് പേന, അടാ പേന 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 യെസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. കാരണം ജലം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നോക്കുക, ഇരുമ്പുമായിട്ട് അല്ലെ, ഇരുമ്പ് അല്ലെങ്കിൽ അയണുമായിട്ട്, അയൺ പ്ലസ് വാട്ടർ അല്ലെ, ജലം, ഇരുമ്പും ജലവുമായിട്ടുള്ള റിയാക്ഷന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഞാൻ നൽകിയിട്ടുള്ളത്. ഓക്കെ, രസകരമായിട്ടുണ്ടല്ലേ? അതായത് ഇതിന് പറയുന്ന പേരെന്താണ്? യെസ്, തുരുമ്പ്. എന്താണ്? കാണുന്നില്ല അല്ലേ? കാണുന്നില്ല. എന്താണ് ഇതിന് പറയുന്ന പേരാണ്? തുരുമ്പ് അല്ലെ? എന്താണ്? തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയും. ഓർത്തൊക്കെ എന്താണ് കൊറോഷൻ അല്ലെ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. ഇത് നോക്കുക, റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽ. ഏതൊക്കെ മെറ്റലുമായിട്ട് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇവിടെ നോക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഒരാളാണ് എന്ത്? ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. ജലത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുക? ഇരുമ്പ് തുരുമ്പ് പിടിക്കണം. നമ്മളിവിടെ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ? ഇനി ഇവിടെ നോക്കുക, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം എന്നിവ തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോക്കട്ടോ, ശ്രദ്ധിക്കട്ടോ. യെസ്, മെറ്റൽ ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം. സോഡിയം എന്ന് പറഞ്ഞാൽ Na, പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ K അല്ലേ? ദെൻ കാൽഷ്യം CA എന്നിവ എന്ത് ചെയ്യുന്നു? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, H2 പ്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. അതായത് തണുത്ത ജലമായിട്ടാണ്, തണുത്ത ജലവുമായിട്ട് എന്ത് ചെയ്യുന്നു? മെറ്റൽസ് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വിടുന്നു. ഇനി നോക്കുക, എങ്ങനെയൊക്കെയാണ് മെറ്റൽസ് ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ. ഇത് ചെറുതാണ്. അപ്പൊ എന്താണ്, ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, ഒരു ബീക്കറിൽ എന്ത് ചെയ്തു? കുറച്ച് ജലം എടുത്തു, വാട്ടർ എടുത്തു. ആ വാട്ടറിലേക്ക് നമ്മൾ ഒരു മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഹം നമ്മൾ അതിലേക്ക് ഇടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒരു കഷ്ണം, ഇതിപ്പോൾ ഏതെങ്കിലും ഒന്നാണ് വിചാരിക്കുക കേട്ടോ, ഏതെങ്കിലും ഒരു മെറ്റലാണ്. ആ ഒരു മെറ്റൽ വെള്ളത്തിലോട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നിരീക്ഷിച്ചാൽ കാണുമെന്നറിയില്ല, എന്നാലും സംഭവിക്കുന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു മെറ്റല് ഈ ഒരു വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഒരു മെറ്റലിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഓർത്ത് കേട്ടോ, എന്താണ്? മെറ്റല് ജലവുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റലിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു വിത്ത് നമ്മുടെ കുമ്പിടി. ആരാണ്? ഹൈഡ്രജൻ. എല്ലായിടത്തും ഹൈഡ്രജൻ അല്ലെ? മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രജൻ, മെറ്റൽ ജലവുമായിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രജൻ, അവിടെയും ഇവിടെയും എല്ലായിടത്തും ഹൈഡ്രജൻ. സെറ്റല്ലേ? അതായത് മെറ്റല് ജലവുമായിട്ട്, മെറ്റല് വാട്ടറുമായിട്ട്, ലോഹം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റലിന്റെ ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. എന്നാൽ ഇത് കുറച്ച് സമയത്തിനാണ്. കുറച്ച് സമയം കൂടെ മെറ്റൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ, ആ ലോഹത്തെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് എന്ത് ചെയ്യുന്നു? യെസ്, മെറ്റലിന്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഹൈഡ്രോ ഓക്സൈഡ് അല്ല നേരത്തെ ഉണ്ടായിരുന്നത്. എന്താ? ഇപ്പോ ഇവിടെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ലോഹത്തിന്റെ ഹൈഡ്രോക്സൈഡും ഒപ്പം നമ്മുടെ കുമ്പിടി ഹൈഡ്രജനും ഉണ്ടാവുന്നു അല്ലെ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ജലം എന്ത് ചെയ്തു? മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തു. ഇനി എക്സാമ്പിൾ വേണ്ടേ? അങ്ങനെയല്ല നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ നോക്കാം, ഒരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റലിന്റെ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടായി. ആദ്യം എന്താ ഉണ്ടാവുന്നത്? ആദ്യം ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്, പിന്നെ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം എന്നുള്ള മെറ്റൽ എടുത്തു.
സോഡിയം ഈസ് എ മെറ്റൽ. സോഡിയം വളരെ നല്ലൊരു മെറ്റലാണ്. കാരണം നമ്മൾ ഹൈ ആയിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സോഡിയത്തിൻ്റെ കാര്യത്തിൽ സോഡിയം പെട്ടെന്ന് ഹൈ റിയാക്റ്റീവ് ആണ്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ സോഡിയം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോഡിയം മോനെ എടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ, സെറ്റാണോ? സോഡിയം ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താ ഉണ്ടാവുക? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. ആദ്യം NaOH ഉണ്ടാവുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. പിന്നെ ആരുണ്ടാവുന്നു? പിന്നെ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. അതായത് സൈമൾട്ടേനിയസ്ലി ആയിട്ട് എന്തുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡും അതേപോലെ ഹൈഡ്രജനും ഫോം ചെയ്യുന്നുണ്ട്. സെറ്റാണോ? ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു റിയാക്ഷൻ ആണ് Mg+H2O gives MgO, മാഗ്നീഷ്യം ഓക്സൈഡും കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഗ്യാസ് ആരാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് ഹൈഡ്രജൻ ആണ്. അത് ഹൈഡ്രജൻ ആണ്. മെറ്റലും നമ്മുടെ ജലവും കൂടിച്ചേർന്നാൽ ഹൈഡ്രജൻ ഉണ്ടാവും. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അല്ലെ മെറ്റൽ ലൈക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം, കോപ്പറും സിൽവറും ഗോൾഡും പ്ലാറ്റിനം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം എന്നിവയൊന്നും എന്ത് ചെയ്യുന്നില്ല, ജലവുമായിട്ട് റിയാക്ഷൻ സംഭവിക്കുന്നില്ല, ജലവുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. നോ റിയാക്ഷൻ വിത്ത് വാട്ടർ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി നോക്കുക, ചില ലോഹങ്ങൾ പറഞ്ഞാൽ എന്താ, അലുമിനിയം അല്ലെ, അലുമിനിയം എന്ത് ചെയ്യുന്നു, ജലവുമായിട്ട് റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആവിയുമായിട്ട്, നീരാവിയുമായിട്ട്, സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓർത്ത് കേട്ടോ, സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവുന്ന Al2O3 കൂട്ടത്തിൽ നമ്മുടെ ഹൈഡ്രജൻ കുട്ടനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീമുമായിട്ട് അല്ലെങ്കിൽ നീരാവിയുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, മെറ്റലിന്റെ ഓക്സൈഡും ഹൈഡ്രജൻ ഉണ്ടാവും. അടുത്തൊരു എക്സാമ്പിൾ പഠിച്ചോളൂ. Fe എന്ന് പറഞ്ഞാൽ എന്താ, അയൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇരുമ്പ്. അത് ജായല്ലോ, എന്താ, ഇരുമ്പ്. ഓർത്തേക്ക് എന്താണ്, ഇരുമ്പുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ സംഭവിച്ചിട്ട് Fe2O3യും ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്. പഠിച്ചു വെച്ചോളൂ കേട്ടോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളൂ. 2 എക്സാമ്പിൾ. അതിന് 3ാമത്തെ എക്സാമ്പിൾ എന്താ, സിങ്ക്. സിങ്ക് സ്റ്റീമുമായിട്ട് നീരാവിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സിങ്ക് ഓക്സൈഡ് ഉണ്ടാവുന്നു, കൂട്ടത്തിൽ എന്താണ്, ഹൈഡ്രജൻ ഉണ്ടാവുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, സെറ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി കൺക്ലൂഡ് ചെയ്യാൻ നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ. 1, ഇരുമ്പ് ജലവുമായി പ്രവർത്തിച്ച് തുരുമ്പിക്കുന്നു. ഇരുമ്പ് എന്താണ്, ജലവുമായിട്ട് പ്രവർത്തിച്ച് തുരുമ്പിക്കുന്നു. തുരുമ്പിക്കുന്ന പറഞ്ഞാൽ എന്താണ്, കൊറോഷൻ സംഭവിക്കുന്നു. ഓർത്തൊക്കെ എന്താണ്, കൊറോഷൻ സംഭവിക്കുന്നു. ഇനി അടുത്തത്, മെറ്റൽ ലൈക്ക് സോഡിയം, പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുന്നു. ഓർത്തേക്ക, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം എന്നിവ തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓർത്തേക്കണേ. ഇനി മാഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. അതായത് മാഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, ചൂടുള്ള ജലവുമായിട്ട് അല്ലെ, മാഗ്നീഷ്യം ചൂടുള്ള ജലവുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തു വിടുന്നു. ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആരൊക്കെയാ, ഒരു റിയാക്ഷനും ഇല്ലാത്ത, എനിക്ക് നടക്കൂല കേട്ടോ എന്ന് പറയുന്ന 3-4 ആൾക്കാരുണ്ട്. ആരാണ്? ഒന്ന് ചെമ്പ് അല്ലെ, എന്താ, ഒന്ന് ചെമ്പ്, ഒന്ന് കോപ്പർ. എന്താ, കോപ്പർ. അതേപോലെ എന്താണ്, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ, വെള്ളി, ചെമ്പ്, പ്ലാറ്റിനം, സ്വർണം. ഇവരൊന്നും എന്ത് ചെയ്യില്ല, വളരെ മടിയന്മാരാ, ജലമായിട്ട് പ്രവർത്തനേ ഇല്ല. എന്താ അവരൊക്കെ പറയാ അല്ലെ, എന്താ അവരൊക്കെ പറയാ. അപ്പൊ സെറ്റായിട്ട് പഠിച്ചു വെക്കാം മക്കളെ, എങ്ങനെ ജലം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ബൈ.